അമ്മ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അമ്മ ഇന്ന് മൊത്തത്തിൽ അമ്മേൻ്റെ അടുത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ. മൊത്തം പരാതിപ്പെട്ടിയാണെന്ന്. അച്ഛൻ്റെ പരാതി, എൻ്റെ പരാതി കൊണ്ട് ഈ ബോക്സ് നിറഞ്ഞെടുക്കുകയാണ്. അത്രയ്ക്ക് കംപ്ലൈൻറ്റ് അമ്മയുടെ മുകളിൽ കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇപ്പം അമ്മ എല്ലാ ദിവസവും ഹായ് ഗുഡ് മോർണിംഗ് എന്നൊരു ഉമ്മയും കൊടുക്കും. സ്വാഭാവികം. നമ്മുടെ കുടുംബം നമുക്ക് ഉമ്മ കൊടുക്കുക, നമ്മുടെ മക്കൾക്ക് ഉമ്മ കൊടുക്കും, മരുമക്കൾക്ക് ഉമ്മ കൊടുക്കും, മരുമക്കളുടെ അമ്മമ്മ ഉണ്ടെങ്കിൽ അവർക്ക് ഉമ്മ കൊടുക്കും, എല്ലാവർക്കും ഉമ്മ കൊടുക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ഒരാൾക്ക് മാത്രം ഉമ്മ കൊടുക്കാത്തെന്നൊരു ചോദ്യമുണ്ട്. അച്ഛന് അല്ലമ്മ, അച്ഛൻ കാര്യമായിട്ട് പറയണ എന്താ അറിയോ? പോടാന്നോ കേക്ക്. അച്ഛൻ ഉദ്ദേശിക്കണത് ഇപ്പം അമ്മ ഇങ്ങനെ കൈ കൊണ്ട് ഉമ്മ വന്നിങ്ങനെ കൊടുക്കുന്നില്ലേ, അതുപോലെ ഒരു ഉമ്മ ആഴ്ചയിൽ ഒരു വട്ടം ഇങ്ങനെ അച്ഛന് കൊടുത്തോട്ടേന്ന്. ഒരെണ്ണ ഇങ്ങനെ ഫ്ലൈയിങ് കിസ്. അമ്മ അതിലെന്തമ്മ തെറ്റ്? ഇപ്പൊ അച്ഛൻ പറയണത് എല്ലാവർക്കും നിക്ക് അല്ലല്ല എല്ലാവർക്കും കൊടുക്കണം ഉമ്മ. അവള് എത്ര വർഷമായി ഇങ്ങനെ ഒരു ഫ്ലൈയിങ് കിസ് എങ്ങനെ എനിക്ക് തന്നിട്ടെന്ന് പറയണത് എന്തമ്മ തെറ്റ്? പിന്നെ അതുപോലെ വേറൊരു ചോദ്യം കൂടി ചോദിച്ചു അച്ഛൻ. കാലം മാറി, അതെൻ്റെ അമ്മയോടൊന്ന് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് വീഡിയോ പിടിക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുക. അതുള്ള ആൾക്കാർ മെസ്സേജ് ഇടുമ്പോൾ എന്നോട് പറയണം. കാരണം എന്താ പറഞ്ഞാൽ, ഒന്ന് മക്കൾക്കും മരുമക്കൾക്കൊക്കെ ഉമ്മ കൊടുക്കണം നിൻ്റെ അമ്മ. വർഷങ്ങൾ കുറേ ആയിട്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ട് വരുമ്പോഴും എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്നാ മോനേട്ടാ ഒരു ഉമ്മ വന്നൊരു ഫ്ലൈയിങ് കിസ് തരുന്നില്ല. അതും ഒരു കംപ്ലൈൻറ്റ്. രണ്ടാമത്തെ കംപ്ലൈൻറ്റ്, ജനറേഷനൊക്കെ മാറി. ആ മാറിയ ജനറേഷനിൽ എല്ലാവരും ഭർത്താക്കന്മാരെ ഓമന പേരിട്ട് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിൻ്റെ അമ്മ വിളിക്കുന്നില്ല? അത്രയാണോ സ്നേഹമുള്ളൂ? ഇത്രയും വർഷത്തെ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞ സിൽവർ ജൂബിലി കഴിഞ്ഞിട്ട് ഗോൾഡൻ ജൂബിലിക്ക് പോകാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് എങ്ങനെ ഒന്ന് ബേബിന്നോ കുട്ടാന്നോ പൊന്നേന്നൊക്കെ വിളിച്ചൂടെ? ബാക്കിയുള്ളവർ വിളിക്കുന്നത് കേൾക്കുമ്പോൾ കൊതിയാവുകയാണെന്ന്. എന്താ അമ്മ വിളിക്കാത്തത്? അതൊന്ന്. രണ്ടാമത്, എവിടേക്ക് പോകുമ്പോൾ മുണ്ടെടുക്കും മോനേട്ടാ. പണ്ടാണെങ്കിൽ പാൻറ് ഇടും മോനേട്ടാ, ഇൻഷേർട്ട് ചെയ്യും മോനേട്ടാ. ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു അങ്കലില്ലേ, ഇടയ്ക്കിടയ്ക്ക് പോകണ്ടാവില്ലേ ബർമഴ ഇട്ടിട്ട്? അത് കാണണം അമ്മ, ആ വയസ്സായ അങ്കൽ എന്ത് വൃത്തിയായിട്ടാ പോണെന്ന് പറയും. അതേപോലത്തെ ഒരു ബർമട എന്നാണ് അച്ഛൻ എടുത്ത് ഇടാന്ന് പറയുമ്പോൾ അമ്മ സമ്മതിച്ചോ? എന്താ അമ്മ സമ്മതിക്കാത്തത്? അപ്പൊ ഇത് ദ്രോഹമല്ലേ അമ്മ ചെയ്യണത്? ഇതിലൊരു ഈക്വാലിറ്റി ആദ്യം മുതലേ ശീലിച്ചത്. അവര് ബോംബെയിലൊക്കെ ഉള്ള ആൾക്കാര് അവരെന്തോട്ടെ അല്ലമ്മ, അവരാദ്യം തൊട്ടേ അങ്ങനെയാണ്. അല്ല ആൾക്കാർ ഇട്ടോട്ടെ, ആ ജനറേഷൻ അനുസരിച്ച് ചേഞ്ച് ആവട്ടെ മനുഷ്യൻ. അതുപോട്ടെ, ഈ ഉമ്മക്ക് എന്താണ് ഇപ്പോൾ ഉമ്മ എത്ര പൊട്ടെ? അല്ല, മക്കൾക്ക് കൊടുക്കാം, മരുമക്കൾക്ക് കൊടുക്കാം, മരുമക്കളുടെ അമ്മമ്മ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, അപ്പുറത്തെ വീട്ടിലുള്ള ചേച്ചിക്ക് കൊടുക്കുക, ഇപ്പുറത്തെ വീട്ടിലുള്ള കുട്ടിക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അച്ഛനെ കൊടുത്തുകൂടാ? നാണം വന്നു പോകണം. അതൊക്കെ ഇപ്പൊ പറയാ. നമുക്ക് നാണം വന്നു പോകണം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ അറിയാം ഞാൻ പറയാം. ഇവരുടെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു. നാളികേരക്കൊത്ത്, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച്, തക്കാളി, കറിവേപ്പില, പച്ചമുളക്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? എല്ലാം മറന്നു. ഇവനൊരുത്തൻ പാവയ്ക്ക മുളകിട്ടത്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ, പാവയ്ക്ക ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ അതിൽ നാളികേരക്കൊത്തിട്ടു, ചെറിയുള്ളി, വെളുത്തുള്ളി, എണ്ണ ഒഴിച്ചു, കടുകിട്ടു. ഞാൻ പറയാം, പച്ചമുളക്, തക്കാളി, കറിവേപ്പില. എണ്ണ ഒഴിച്ചു, കടുകിട്ടു. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, പിന്നെ കുറച്ച് ശർക്കര, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് പുളി, കടുകിട്ടു. എന്നാ പ്രതീക്ഷിക്കാണ്ട് ചോദ്യം ചോദിച്ചപ്പോ അമ്മക്ക് എന്താ ഉണ്ടാക്കാൻ പോകണമെന്നും കൂടി അമ്മ മറന്നുപോയി. ഇനി കുറ്റങ്ങളുണ്ട്, ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട് നമ്മുടെ പേരിൽ. കടുകിട്ടു. അമ്മ ഈ സ്നേഹിക്കുന്നവർക്കാണല്ലോ ഉമ്മ കൊടുക്കണത്. അതിൽ നുണയൊന്നുമില്ലല്ലോ, സത്യമാണല്ലോ. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കാണല്ലോ ഉമ്മ കൊടുക്കണത്. അപ്പൊ അച്ഛനോട് ആത്മാർത്ഥ സ്നേഹം ഇല്ല? അല്ല, ഒരു ഉമ്മ കൊടുത്തപ്പോ എന്താ? എന്നാ മോനേട്ടൻ ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര വലിയ കുഴപ്പമുള്ളത്? ഇങ്ങോട്ട് നോക്കോ, അതത്ര തെറ്റാണ്. അയ്യോ, അമ്മ ഉമ്മ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇവർക്ക് ഇങ്ങനെ കൊടുക്കില്ലേ? യൂട്യൂബ് ഫാമിലി കൊടുക്കും ഉമ്മ വന്നിട്ട്. അതുപോലെ ഒരു ഉമ്മയാണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോ പിടിച്ചു തന്നാ മതി, ഞാൻ വീഡിയോ സെൻഡ് ചെയ്യാം. വേണ്ട അല്ലേ? പറ്റില്ല അല്ലേ? അപ്പൊ അമ്മയ്ക്ക് അച്ഛനോട് സ്നേഹമില്ല. അത് മനസ്സിലായി എനിക്ക്. ഇനി പറയണ്ടേ കംപ്ലൈന്റ് വേറെ? ഇതൊന്ന് കഴിയട്ടെ, അല്ലെങ്കിൽ ഇതിലെന്തായാലും മറന്നുപോയാൽ ചിലപ്പോൾ ചട്ടം കൊണ്ട് എന്നെ ചൂട് വരും. അതുകൊണ്ട്
ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായതിനു ശേഷം നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാക്കാൻ ഞാൻ അവരെ ഏൽപ്പിക്കുക. ഇത് ശരിയാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ പാവപ്പെട്ട വയസ്സായ എത്ര പാവപ്പെട്ട ആ വയസ്സായ ഒരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ്. കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇതാക്കുക. മക്കളെക്കാളിലും മുമ്പ് കണ്ടത് എന്നെയാണ്. മക്കൾക്ക് ഉമ്മ കൊടുക്കുക. മരുമകളെക്കാളിലും മുമ്പ് കണ്ടത് എന്നെയാണ്. ഇവരൊക്കെക്കാളിലും മുമ്പ് കണ്ട എനിക്കാണ് അവസാനത്തെ ഒരു ഉമ്മയും കൂടി തരില്ലല്ലോ. അച്ഛൻ പറഞ്ഞതല്ല, ഇതൊക്കെ അമ്മ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനോട് ചോദിച്ചു നോക്ക്. എന്നോട് പറഞ്ഞു ഇത് വീഡിയോ പിടിക്കുമ്പോൾ തന്നെ ചോദിക്കണം. ഉപ്പ് ആ വീഡിയോ പിടിക്കുമ്പോൾ ചോദിക്കുക തന്നെ വേണം. എനിക്ക് അതിനുള്ള മറുപടി കിട്ടണം. അങ്ങനെ ചോദിക്കണമെങ്കിൽ അച്ഛൻ എന്നോട് ചോദിച്ചു, എന്നോടല്ല. അമ്മ ഈ സ്നേഹത്തിന്റെ പരിമളം ഒളിച്ചു വെച്ചാൽ ഒളിച്ചിരിക്കില്ല അമ്മ. അത് ഒളിച്ചിരിക്കില്ലല്ലോ. പാവം അച്ഛൻ എത്ര ആഗ്രഹിച്ചായിരിക്കും പറഞ്ഞ. ആ അച്ഛനെ ഇടയ്ക്ക് വീഡിയോ കാണുമ്പോൾ പറയാണ് എന്തല്ലേ അവള് എല്ലാവർക്കും ഉമ്മ കൊടുക്കുന്നുണ്ട്, നിനക്കും ഉമ്മ വരുന്നുണ്ട്. ഇടയ്ക്ക് വിനു വിളിക്കുമ്പോൾ അവനും ഉമ്മ കൊടുക്കുന്നുണ്ട്, അനുമോൾക്കും ഉമ്മ കൊടുക്കുന്നുണ്ട്. ഈ വീട്ടിൽ ഈ ഒരു മുക്കിൽ അവളുടെ കൊട്ടടത്ത് തന്നെ ഇരിക്കുന്ന എനിക്ക് ഉമ്മ മോനേട്ടാന്ന് ഒരു ദിവസം കൂടി പറഞ്ഞിട്ടില്ലല്ലോ. എന്താ അങ്ങനെ എന്തോ ചെക്കൻ ഉണ്ടല്ലോ. എനിക്കിട്ട് ഇത്രത്തോളം പാര വെക്കണമെങ്കിൽ അവൻ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നാണ് അമ്മ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞാലോ പാര ഇതാവട്ടെ എൻ്റെ കംപ്ലൈൻറ്റും കൂടി പറയാം. ഇത് പാവയ്ക്ക മുളകിട്ടതാണ്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഈ തക്കാളി ഈ പച്ചമുളകും അതും കൂടി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് തെറ്റും. ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കരുതമ്മ. അപ്പൊ അമ്മ തെറ്റിയതല്ല. അമ്മക്കിപ്പോ ഈ പ്രായത്തിൽ നാണം വരുന്ന എനിക്കറിയോ? അല്ല നാണം വരാൻ എന്താ പ്രായമല്ലേ? നാണം ഏത് പ്രായത്തിൽ? പെണ്ണിന്റെ ആഭരണമാണമ്മ. അമ്മ സ്ത്രീകളുടെ ആഭരണമാണമ്മ. അതെയോ? ഓ എനിക്കറിയാത്തത് പോലെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മേനോട്. ഇപ്പൊ പെട്ടെന്ന് ഏതെങ്കിലും ആളുകളോട് പോയിട്ട് എങ്ങനത്തെ പെണ്ണ് വേണമെന്ന് പറഞ്ഞാ അവര് പറയാ എന്തറിയോ? മിക്കവാറും ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് നല്ല ശാലീന സുന്ദരിയായി മുടിയിൽ തുളസിക്കതിര് ചൂടുന്ന വയസ്സായ ആൾക്കാരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും അവരുടെ ആഗ്രഹം പറയാൻ എന്തറിയോ? മുടിയൊക്കെ ഇങ്ങനെ കാച്ചെണ്ണയൊക്കെ തേച്ച് മുടിയിൽ കുറച്ച് എണ്ണയൊക്കെ നിർത്തി എന്താണ് കാച്ചെണ്ണയുടെ മണമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ പണ്ടൊക്കെ. ഇപ്പോഴും ചിലര് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ നല്ല തുടക്കമ്മ ചുണ്ട് പറഞ്ഞു പോണ്ട ടവലില്. പിന്നെ അമ്മ തുടക്കുന്ന കേട്ടാ വൈരാഗിയുള്ള പോലെ ഉണ്ട്. ചൂടി ചന്ദനക്കുരിയൊക്കെ ഇട്ട് പിന്നെ പുറത്തു പോകുമ്പോൾ ഇത്തിരി മുല്ലപ്പൂവൊക്കെ ചൂടി അങ്ങനെയുള്ള സൗന്ദര്യ സങ്കല്പം ആണെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ഞങ്ങളുണ്ട്. പെണ്ണ് കഴിച്ചിട്ട് എല്ലാവരും മോഡേൺ ഡ്രസ് ഇട്ടിട്ടാണ് നടക്കുന്നത്. അപ്പൊ അവരങ്ങനെ വെറുതെ പറയുകയാണ് നമുക്ക്. അത് വെറുതെ പറയല്ലമ്മ. ഇപ്പൊ അമ്മയുടെ ആഗ്രഹം എന്താണ് അച്ഛനറിയില്ല, അച്ഛൻ്റെ ആഗ്രഹം എന്താണ് അമ്മക്കറിയില്ല. ആഗ്രഹിക്കുന്ന പോലെ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അപ്പൊ കിട്ടിയത് കൊണ്ട് സന്തോഷപ്പെടുക എന്നുള്ളതാണ് ജീവിതം. മനസ്സിലായില്ലേ? അമ്മ ഇപ്പോൾ പ്രേം നസീറിനെ ആയിരിക്കും ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടി ഉദ്ദേശം ഉണ്ടാവുക. അത് ബാലങ്ക നായർ ആയിട്ടുണ്ടാവും. ബൈ ചാൻസ് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ മമ്മൂട്ടിനെ പോലെ ഒരാളിനെയാണ് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മധുസാറായി ഉണ്ടാവും. അങ്ങനെ ഓരോന്നൊക്കെ ആയി മാറും. നമ്മൾ വിചാരിച്ചത് അങ്ങനെ തന്നെ കിട്ടാൻ പറ്റും. അച്ഛനും അതുപോലെ ഐശ്വര്യറായിനെ ആയിരിക്കും സ്വപ്നം കണ്ടുണ്ടാവുക. ഇങ്ങനെ ഒരു മത്തങ്ങമൂരിയായ അമ്മേനെ കിട്ടുന്ന അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. അടിക്കരുത്. ആൾക്കാർ കാണാൻ അടിക്കണത് അമ്മ ക്രൂരിയെന്ന് വിചാരിക്കും ആൾക്കാർ. അല്ല ഞാൻ പറയുക, അച്ഛൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അന്ന് ഐശ്വര്യറായി ഇല്ലെങ്കിലും ആ ഒരു സൗന്ദര്യം ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാമല്ലോ അച്ഛനും. ഇനി ഒരു കംപ്ലൈന്റ് ഞാൻ പറയാൻ വന്ന കംപ്ലൈന്റ് പറക്കണ്ട. ഒരു സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണും മഞ്ഞപ്പൊടി, വേറെ ഒന്നുമില്ല കേട്ടോ. ഇല്ലാത്ത കാലത്ത് ഐശ്വര്യമായി വേണ്ട. അച്ഛൻ ചിലപ്പോൾ ഒരു ശീലാമ്മേനായിരിക്കും ഇതുപോലൊരു ഭാര്യ എനിക്ക് വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഈ സൗന്ദര്യത്തിലൊരു ഭാര്യ എനിക്ക് കിട്ടണേ, അങ്ങനെയുള്ളൊരു ഭാര്യ എനിക്ക് വേണം. അതുപോലെ മുട്ടുംകാല് വരെ മുടി ഉണ്ടാവണം. അന്നത്തെ കാലത്ത് സങ്കല്പം അതാണല്ലോ. തുളസി ചൂടി ഉണ്ടാവണം എവിടെ മുടിയിൽ. എന്നിട്ട് നമ്മുടെ മുടിയിലൊന്നും തുളസി കാണാനില്ലല്ലോ. അതെ, അതൊക്കെ ചൂടി ഉണ്ടാവും. അന്നത്തെ കാലത്ത് അതല്ല ചൂടാൻ കിട്ടുള്ളൂ. എന്നും പൂവൊന്നും കിട്ടില്ലല്ലോ ചൂടി കൊണ്ട് നടക്കാൻ. അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ അച്ഛനും അങ്ങനെ ഒരു ശീലാമ്മനെ പോലെയോ ഒരു ശാരദീനെ പോലെയോ അങ്ങനെയൊക്കെ അച്ഛനും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ അമ്മയ്ക്ക് മാത്രമേ കാണാൻ പറ്റില്ല, അച്ഛനും കാണാൻ പറ്റില്ലേ? സങ്കല്പങ്ങൾ എല്ലാവർക്കും കിട്ടുമോ? ഇപ്പൊ അച്ഛൻ നഷ്ട സ്വപ്നങ്ങളെ നിങ്ങൾ എനിക്കൊരു ഭഗ്നസിംഹാസനം ഒരുക്കുന്ന എപ്പോഴേലും പാടിയിട്ടുണ്ട്? ഇല്ലല്ലോ. അമ്മ പാടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ സന്തുഷ്ടരാണല്ലോ. അപ്പൊ കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുക കേട്ടോ.
കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പം നിങ്ങളൊരു പരിപ്പ് വട മേടിക്കാൻ പോയി എന്ന് വിചാരിച്ചോളൂ. ആവശ്യത്തിന് വേവാനുള്ള വെള്ളം കേട്ടോ. അവിടെ പരിപ്പ് വട കഴിക്കുമ്പോൾ ഒന്നും മേടിക്കേണ്ടി വരില്ലല്ലോ. ഇല്ല കേട്ടോ. ഇതിന് വേവാനുള്ള വെള്ളം ഒഴിച്ചു. ഇനി ഇതൊന്ന് വേവട്ടെ. ഇത് പെട്ടെന്ന് വേവുമല്ലോ, കേട്ടൊക്കെയല്ലേ സാധനം. അപ്പം അല്ല ഇപ്പം നിങ്ങളൊരു പരിപ്പ് വട മേടിക്കാൻ പോയി എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നിങ്ങളവിടെ പരിപ്പ് വട അപ്പോൾ അവിടെ പരിപ്പ് വട മേടിക്കാൻ പോയപ്പോൾ പരിപ്പ് വട ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അവിടെ ഒരു ഉള്ളിവടയെങ്കിലും മേടിച്ചിട്ട് നിങ്ങൾ വരുമോ? അതാണ് ഇപ്പം അച്ഛൻ അമ്മേനെ കിട്ടിയത്, അമ്മയ്ക്ക് അച്ഛനെ കിട്ടിയതെന്ന് വിചാരിച്ചാൽ മതി. അല്ല അവിടെ എവിടെയും വേറെ കടയില്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കാൻ പോയിട്ട് വരും കയ്യിൽ തിരിച്ചു വരില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ വരും, ഞാൻ വരില്ല. ഞാൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ കംപ്ലൈൻറ്റ് പറയാൻ ചിലപ്പോൾ മറന്നു പോകും. ഞാൻ പറയട്ടെ, അമ്മയുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ട് പോയി. അമ്മയ്ക്ക് അച്ഛനെ കൂട്ടിയിട്ട് പോയായിരുന്നല്ലോ, എന്നെ കൂട്ടിയിട്ട് പോയല്ലോ. കുറ്റം പറയാൻ വേണ്ടി മാത്രമല്ല അമ്മ എന്നെ കൂട്ടിയിട്ട് പോയത്. അപ്പം അച്ഛൻ അങ്ങനെ അപ്പം എന്നെയും കൂട്ടിയിട്ട് പോയി. അവിടെ വീട്ടിൽ പോയപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, മനുഷ്യൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. ഞങ്ങൾ വീട്ടിൽ പോയതും ആ അങ്കലായിരുന്നു പുറത്ത് നിൽക്കുന്നുണ്ടാവുന്നത്. ആ അങ്കൽ അപ്പം അമ്മേനെ കണ്ടെന്ന് പറഞ്ഞു, എന്താണ് കുട്ടി കുട്ടി ഇത് ആരാ വന്നിരിക്കണ നോക്ക്, കുട്ടി മോളെ മോളെ എന്ന് വിളിച്ചു. അവർ വിളിച്ചതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അമ്മ എന്നെ ചീത്ത പറഞ്ഞത്? തിരിച്ചു വരുമ്പോൾ അവിടെ ഒന്നും പറഞ്ഞില്ല. പറയൂ 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 പറയേ അമ്മ പറയേ, എന്തോരം ചീത്ത. പിന്നെ നിനക്ക് അമ്മ ഉത്തരം അങ്ങനെ ചിരിക്കാൻ മാത്രമൊന്നും ഇല്ല ഇത്. അവര് ആ ഫ്രണ്ടിന്റെ ഭർത്താവും പുറത്ത് നിൽക്കണു. അപ്പൊ അവരുടെ മക്കളൊന്നും ഇവിടെ ഇല്ല. അത് എനിക്കെന്നെ അറിയുള്ളൂ, പറ്റാറില്ലല്ലോ. അപ്പൊ പോയപ്പോ അവര് പുറത്ത് നിൽക്കണു. എന്നെ കണ്ടതും കുട്ടി മോളെ കുട്ടി ആരാ വന്നിരിക്കണ നോക്കിയേ പറഞ്ഞു. ഇവണ്ട് വേഗം കീശന്ന് ചീർപ്പെടുത്തിട്ട് അല്ല നിക്ക് അതൊരു തെറ്റാണോ? അപ്പൊ മുടിയിൽ ചീർപ്പെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ടവലൊക്കെ ഇങ്ങനെ അപ്പുറത്ത് ചീന്ത. എനിക്ക് മനസ്സിലായി. കുട്ടീന്ന് വിളിച്ചപ്പോ ഇവന് അവിടെ അവരുടെ മോളായിരിക്കും പുറത്ത്. മോളേന്ന് പറഞ്ഞ് വിളിച്ചല്ലോ, മോളെ കുട്ടീന്ന് വിളിച്ചല്ലോ. അപ്പൊ ഇവൻ വിചാരിച്ചിട്ടുണ്ടാവും എന്തായാലും ഉള്ളിന്ന് വരുന്നത് ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അതാണോ ഹെൽമെറ്റ് ഇട്ടിട്ട് മുടിയൊക്കെ ഇതായി. കുട്ടി മോളെ ആണ് നമ്മള് പോയതെന്താ വരൂ പറഞ്ഞു. അപ്പൊ നീ മുടി എന്തില്ല അങ്ങോട്ട് കണ്ണു കാണില്ല ശരിക്ക്. അല്ലമ്മ അതാ നിക്ക് ഇല്ല, സത്യം പറയാ നിക്ക് എന്റെയും കൂടി കേക്കമ്മ. അപ്പഴല്ലേ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഉള്ളിന്ന് നിക്കമ്മ ബാക്കിയും കൂടി എനിക്ക് പറയാൻ വിടുവോ? അല്ല ഒരു അന്യായം നോക്കിയാ അതിനൊക്കെ കുട്ടി. അവർ കാലിലെന്താണ് വാദോ? അല്ല ഇങ്ങനെ പഞ്ചായത്ത് ഐഡിയയിൽ ഇങ്ങനെ കുട്ടി മോളെന്നൊക്കെ ഇവിടുത്തെ സ്റ്റേറ്റ് കേസ് എന്ന് പറഞ്ഞു വരും. അത് പോട്ടെ, അപ്പം എന്തുണ്ടായി അതും കൂടി പറഞ്ഞു എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പൊ നോക്കി അപ്പൊ കുട്ടി ഇതിന്റെ പിന്നിലുണ്ടാവുന്നതായിരിക്കും ഇവന്റെ വിചാരം. അപ്പൊ വീണ്ടും ഇങ്ങനെ ഭയങ്കര സ്റ്റൈല് ഒരു നോട്ടത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. വരുമോനെ വരൂ ഉള്ളിക്കൊണ്ടായിട്ട് ഏത് പെൺകുട്ടിനെയാണോ കാണാനില്ല നോക്കുന്നുണ്ട്. അല്ലമ്മ അല്ല നിക്ക് ഞാൻ മുടി ചെയ്യുന്നത് എന്തിനാണെന്നറിയോ അമ്മയ്ക്ക്? അമ്മ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് തലയൊക്കെ ചട്ടി പോലെ അതിൻ്റെ അപ്പൊ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ അങ്ങോട്ടുള്ളപ്പോ എന്തിനും മുടി ചെയ്യുന്നില്ലാന്നോ? കേക്ക് അങ്ങോട്ടുള്ളപ്പോ എന്തിനും മുടി ചെയ്യുന്നില്ല എന്നല്ല നമ്മുടെ ചോദ്യം. അങ്ങോരെ കണ്ടപ്പോ തന്നെ ചെയ്യാറുന്നില്ലേ? നിങ്ങളുടെ ആവശ്യത്തിനുള്ള പുളി. അപ്പൊ എന്റെ ഉത്തരം അമ്മ കേൾക്കില്ലേ? എത്ര വേണം അത്ര ആയിക്കോട്ടെ. അത്ര പുളി വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പൊ എന്റെ ഉത്തരം അമ്മ കേൾക്കില്ലേ? ഉത്തരം കേൾക്കാം. ആൻസർ പറയണല്ലോ. ആൻസർ ഞാൻ പറയാം. ആൻസർ പറഞ്ഞിട്ടാ അവിടെ ഉള്ളവര് ചിന്തിക്കട്ടെ ആരുടെ ഭാഗത്താണ് ശരിയെന്നുള്ളത്.
ഇത് കേൾക്കണവർക്ക് എന്റെ ആൾക്കാരല്ലേ ആ അവർക്ക് മനസ്സിലാവും ആ ഞാൻ പറഞ്ഞത് തന്നെ ശരിയെന്ന്. അവർ അമ്മയുടെ ആൾക്കാർ മാത്രമല്ല കുറേയൊക്കെ എൻ്റെ ആൾക്കാരുണ്ട് കേട്ടോ. ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഞാൻ എൻ്റെ മറുപടി കൂടി പറയട്ടെ. പറയുക ഇത് ഇനി കഴിയട്ടെ. നമുക്ക് ഈ കുറച്ച് ശർക്കര കേട്ടോ, ഒരു കാലച്ച്, ഒരു ഇത്ര നല്ല അച്ചുണ്ടാവില്ലേ, അതിൻ്റെ ഒരു കാലച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൊടിയും എരിവും എല്ലാം അതിൽ ക്രമീകരിച്ച് അത് ഇങ്ങനെ നന്നായി നമ്മൾ ഇങ്ങനെ മുളകിട്ട് ഇനി അത് ആവട്ടെ. ഇനി അപ്പോ ഞാൻ എന്തിനാ അങ്ങോട്ട് കണ്ടത് മുടിയെന്നാണ്ടിരുന്നു നമുക്കറിയോ? അതിന് മെയിൻ കാരണം എന്താ അറിയാമോ? മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതാണ് ആളെ കണ്ടിട്ട് ഞാൻ മുടിയെന്നാണ്ടിരുന്നത്. എന്താണെന്നറിയോ? തലയിൽ ഒരു മുടിയും കൂടി ഇല്ലാത്ത ആ പാവം അങ്കലിനെ നോക്കിയിട്ട് നിക്ക് ആള് പഴനിക്ക് മുട്ടയടിച്ചൊന്നും അല്ല, ആൾക്ക് മുടിയില്ല. അപ്പൊ അങ്ങനത്തെ ആളുടെ മുമ്പ് പോയി ഇറങ്ങിയത് ആളുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ മുടിയില്ല. അയാളിനെ കളിയാക്കാൻ തോന്നില്ല അയാൾക്ക്. അയാൾക്ക് മുടി ഇല്ലെന്നല്ല കേട്ടോ, അങ്ങനെ ആ സ്റ്റൈലാണ്. അതാണ് ഏത് നേരം മുടി ഇങ്ങനെ മുട്ടടിച്ചോണ്ടിരിക്കും സ്റ്റൈലാണോ? അല്ലാണ്ട് മുടിയില്ല, നരച്ചില്ലേ മുടി. അപ്പൊ ഡൈ ചെയ്ത് ആൾക്ക് അലർജിയാണ്. അലർജിയാണ്. അത് കാരണം എപ്പോഴും നിങ്ങൾ കട്ട് ചെയ്യാൻ പോയില്ലേ, അതുപോലെ ആളെ എല്ലാവർക്കും പോയിട്ട് മുട്ട അടിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചറിയോ? ഒരാളിനെ അപമാനിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു മുടിയില്ലാത്ത ആളുടെ നിമ്പറത്ത് നൈസ് മുട്ടത്തലയുടെ നിമ്പറത്ത് ഞാൻ മുടി ചെയ്യുന്ന പാടില്ല ഒന്ന് നിന്നാണ്. പിന്നെ അപ്പുറത്ത് വരുന്ന കുട്ടിയാണെങ്കിൽ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പാറി പതറിയിരിക്കുകയാണല്ലോ, അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. മനസ്സിലായില്ലേ? അതൊരു തെറ്റാ? അയ്യടാ, നീ വെറുതെ പറയുന്നിട്ടാ. ഞാൻ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ആട് വന്നിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ 2 മിനിറ്റ് സംസാരിച്ചില്ല, അപ്പോഴൊന്നും ചെയ്യാത്ത മുടി ചെയ്താത്ത നീ മോളെ കുട്ടി ധാരാ വന്നിട്ട് നോക്കിയേ വരൂ വരൂ വിളിച്ചപ്പോഴല്ലേ നീ മുടി ചെയ്തത്. ഇല്ലാത്തത് പറയുന്നത് ഇത് മുടി ചീന്തിപ്പോയി, അതിന് പുത്രൊക്കെ വരും. അപ്പൊ ഞാൻ പൂവാലിനാണെന്നാണോ? അല്ല, പൂവാലിനാണെന്നാണോ അമ്മ പറയണത്? അല്ല, എൻ്റെ പ്രായം എന്നെക്കാളിൽ അല്ല, ഒരു ചെറുപ്പക്കാരാണ് അതിന് ഉള്ളിൽ നിന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് വൃത്തിയായിട്ട് കണ്ടോട്ടെ. അമ്മയുടെ വരെയല്ലേ പോവാ. അവര് പറയില്ലേ ഇത്രയും സൗന്ദര്യമില്ല അമ്മയ്ക്ക് നോക്ക് കുരങ്ങനെ പോലെ ഒരു മകൻ എന്ന് പറയില്ല. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ കൂട്ടുകാരി ഉണ്ടല്ലോ, ഭയങ്കര അഹങ്കാരിയാണ് കേട്ടോ. അതുകൂടി ഞാൻ പറഞ്ഞുതരാം. അവിടെ ഇരുന്നു അങ്കിളും ആമ കേൾക്കട്ടെ, അതിനല്ലേ പറയണത്. അവരുണ്ട് എൻ്റെ അടുത്ത്, മോൻ്റെ അച്ഛൻ്റെ പേര് മോഹൻദാസ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരും മോഹൻദാസ്, അംബുജത്തിൻ്റെ ഭർത്താവ് മോഹൻദാസ്, എൻ്റെ ഭർത്താവ് മോഹൻദാസ്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. അംബുജത്തിൻ്റെ പേര് അംബുജൻ എന്നാണ്, എൻ്റെ പേരെന്താണ് ഊഹിച്ചു നോക്കൂ പറഞ്ഞു. അല്ലമ്മ, ഏതോ കാലഘട്ടത്തിൽ കല്യാണം കഴിച്ച ആ അങ്കിൾ ചെയ്ത തെറ്റിന് ഞാൻ എന്തിനാണ് ഈ ആൻറ്റിയുടെ പേര് ഊഹിച്ചു നോക്കണതമ്മ? ഒന്നാമത് എനിക്ക് ആൻറ്റിനെ ഇഷ്ടമായില്ല കേട്ടോ. വെറും ബുദ്ധി പറയുക. എന്നൊരു ബുദ്ധിമാനാണെന്ന് പറഞ്ഞല്ലോ, ഭയങ്കര തമാശക്കാരൻ. എന്താ മോൻ തമാശ കളിക്കാത്ത? ഞാൻ എങ്ങനെ ഒരാളുടെ വീട്ടിൽ പോയിട്ട് തമാശ കളിക്കുക? ഒന്ന് ആലോചിച്ച് നോക്ക്. അതിൻ്റെ ഇടയ്ക്ക് ചെറുപ്പം തൊട്ട് ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ തിന്നണ്ട മോനെ പറയണ അമ്മ ബിരിയാണി വെച്ചപ്പോൾ ഞാൻ ഒത്തിരി ചാടയിൽ ഒരു കഷ്ണമൊക്കെ എടുത്ത്, ഒരു പീസ് മതി, ഇത്ര ചോറ് മതി. ശരിക്കും എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ 2 പ്ലേറ്റ് കഴിഞ്ഞിട്ട് 3ാമത്തെ പ്ലേറ്റ് തട്ടുന്ന ആളാണെന്ന് അമ്മയ്ക്കറിയാം. പക്ഷെ പോയവിടെ അങ്ങനെ കാണിക്കാൻ പാടുമോ? നമുക്ക് നമ്മുടെ ഒരു മര്യാദയില്ലേ? ആ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൂട്ടുകാരന്മാരുടെ വീട്ടിൽ കൊണ്ടുപോയാൽ ലഡ്ഡു ജിലേബി ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടാവും. എടുക്കാൻ പോയാൽ തുടയിലൊരു മുള്ളുള്ളൂ. ആ മുള്ളേൻ്റെ വേന പോകണമെങ്കിൽ ഒരാഴ്ച കഴിയണം. ആ എന്നെ ഇപ്പം അമ്മ പറയാണ് നീ എന്തുകൊണ്ട് തിന്നില്ല? കുറച്ച് ചോറ് മതി, ഒരു പീസ് ചിക്കൻ മതി, വേണ്ട മതി, ഞാൻ അത്ര കഴിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അമ്മ കണ്ണും കൊണ്ട് ഇങ്ങനെ തുറച്ചു നോക്കുക. അന്ന് തിന്നാ തെറിച്ചു നോക്കും, ഇന്ന് തിന്നില്ലെങ്കിൽ തുറച്ചു നോക്കും. അതിൻ്റെ ഇടയ്ക്ക് ആൻറ്റി പറയും മോനെ എന്തായിരിക്കും എൻ്റെ പേര്? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പേര് എന്താവാനാ വഴി? ഒരു മോഹൻദാസ് എന്ന് പേര് വെച്ച കാരണം കൊണ്ട് മാത്രം നിങ്ങളുടെ പേര് അംബുജൻ ആയിരിക്കുമോ? ഞാൻ പറഞ്ഞു, കമലം. അല്ലട മോനെ, ഈ മോഹൻദാസിൻ്റെ പേര് ആരുടെ പേരാണെന്നറിയോ? എൻ്റെ പേരാ മോഹനൻ, കൃഷ്ണൻ്റെ പേരായിരിക്കും അല്ലേ? അയ്യോ എൻ്റെ മോനെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചെന്ന മഹാത്മാഗാന്ധി ഇല്ലേ, മൂപ്പൻ്റെ പേര് മോഹൻദാസ് കരമചന്ദ് ഗാന്ധി എന്നാണ്. ആ കരമചന്ദ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും അംബുജത്തിൻ്റെ ഭർത്താവിൻ്റെ ഒക്കെ പേര് മോഹൻദാസ് എന്നാണ് പറഞ്ഞു. അപ്പം എൻ്റെ പേര് എന്താന്ന് പറയേ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു, എനിക്ക് അത്ര ഓടിയില്ല. അപ്പോൾ അവർ പറയാണ്, മണ്ട മോനെ എൻ്റെ പേരെന്താണെന്നറിയോ? കസ്തൂരിന്ന് മാത്രമല്ല, കസ്തൂരി ബായ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ മാച്ചിങ്? തോറ്റില്ലേ മോൻ? ചങ്ക് പൊള്ളാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തോൽപ്പിക്കാൻ പറ്റും മനുഷ്യന്മാരെ. ഞാൻ പറഞ്ഞു, അത് ആൻറ്റിക്ക് ചെറിയൊരു തോൽവി പറ്റിയ ആൻറ്റി, എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, ഞാൻ ഉപയോഗിക്കേണ്ടതാണ്. കസ്തൂരി ബായ് മാക്കഞ്ചി കപ്പാടിയ എന്നാണ് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര്. നിങ്ങളുടെ ഉദ്ദേശിച്ച പോലെ കസ്തൂരി ബായ് മാത്രമല്ല പറഞ്ഞു. അപ്പണ്ട് അവർ
ലഡ്ഡു കടിച്ചിട്ട് ഇഞ്ചി കടിച്ച പോലെ ഇരിക്കണു. അത് ശരിയാണോ? അമ്മേനെ പോലെ തന്നെ അഹങ്കാരിയാണ് നമ്മുടെ ഫ്രണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് ഞാൻ എന്നെ അടുത്ത ഭാഷ ഗേറ്റിനുള്ളൊരു ഗേറ്റിലാന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നാലും പറയാണ്. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു പേരുണ്ടല്ലോ, അതൊന്നും ആരും പറയത്തില്ല മോനെ, എല്ലാവരും കസ്തൂരിബായി എന്ന് മാത്രമേ പറയുള്ളൂ. മോൻ പറഞ്ഞ ഈ കസ്തൂരിബായി കഞ്ചി കപ്പാടിയാന്ന് ആരും, അത് കഞ്ഞി കപ്പാടിയ അല്ല ആൻറ്റി, കഞ്ചി കപ്പാടിയാണ് പറഞ്ഞു. കസ്തൂരിബായി മാ കഞ്ചി കപ്പാടിയ എന്നാണ് പേര്. മനസ്സിലായില്ലേ? എന്താ പറയുക? കസ്തൂരിബായി മാ കഞ്ചി കപ്പാടിയ, അതാണ് മുഴുവൻ പേര്. അപ്പൊ ആരാ അവിടെ ജയിച്ച്? എന്നിട്ട് ഒരു വിരുന്ന് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ എന്തൊക്കെ ചോദ്യങ്ങൾ. അങ്കൽ വന്നപ്പോൾ എന്തുകൊണ്ട് നീ മുടി ചെയ്തില്ല? ഉള്ളിന്ന് ഒരു പെൺകുട്ടിയാണ് വരുന്നതെന്ന് വിചാരിച്ചടാ, അതുകൊണ്ടാണോ നീ മുടി ചെയ്തത്? ഒന്ന് ഡീസൻ്റ് ആയിട്ട് കാണണമെന്ന് മുടി ചെയ്തി. ഇതൊരു തെറ്റാണോ? എന്നോന്നല്ല, എന്ന്. അപ്പോൾ അതൊരു തെറ്റാണോ? പിന്നെ ബിരിയാണി വെച്ചപ്പോൾ അവർക്ക്, അമ്മയ്ക്ക് ഞങ്ങൾക്ക് സാധാരണ കഴിക്കുന്ന പോലെ കഴിച്ചിട്ട് അവർക്ക് വിഷമമാവണ്ട പറഞ്ഞിട്ട് ഇച്ചിരി ചോറ് മതി വന്നിട്ട് ഇത്തിരി ചിക്കൻ കഴിച്ചാണോ അമ്മ അത്ര വലിയ തെറ്റ്? ചെറുപ്പത്തിൽ കഴിക്കാണ്ടിരുന്ന നുള്ളു, ഇപ്പം കഴിച്ചാൽ നുള്ളു എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണോ അമ്മ? അമ്മ എന്നെ കൊണ്ടുപോയതേ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന്? ഇതിന് നിങ്ങൾ തന്നെ ഒരു ന്യായം പറയൂ കേട്ടോ. ഇതിലെന്തെങ്കിലും ഒരു ന്യായം ഉണ്ടോ നമ്മുടെ ഭാഗത്ത്? എന്നിട്ടും ആണ്ടിയുണ്ട്, ഇനി എപ്പോൾ വരുമ്പോൾ മോനെയും കൂട്ടിയിട്ട് വരണം കേട്ടോ, ഒന്ന് പകരം വീട്ടാനായിരിക്കും കേട്ടോ. എന്നെ വിടില്ല. അത് പോട്ടെ. ആൻറ്റി പറയാണ് മോനെ, അതവർക്ക് മനസ്സിലാവും തമാശ പറഞ്ഞത്. അപ്പം മോനെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ മോൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ വേറെ ഏതെങ്കിലും ഒരു പെങ്ങളെ കൊണ്ട് നിർത്തിയിട്ട് ഈ ഭർത്താവിൻ്റെ പേരെന്താണെന്നറിയോ? ഇല്ല ആൻറ്റി. എന്നാ മോൻ മനസ്സിലായിക്കോ, ഭാര്യയുടെ പേരെന്താണെന്നറിയോ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഈ ലോകത്തുള്ള എല്ലാ ഹിസ്റ്ററിയുള്ള പേരൊക്കെ കൊണ്ട് മുമ്പത്ത് വെച്ചാൽ ഞാൻ എങ്ങനെ പറയും? ഇത് പിന്നെ എനിക്ക് നല്ല ബയറ്റിംഗ് ആയിരുന്നു. കാരണം എൻ്റെ ടീച്ചർമാരൊക്കെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനൊരു പേരുണ്ട് ഗാന്ധിജിയുടെ വൈഫിന്. അപ്പോൾ നമ്മുടെ ഈ ചെറുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്ത് കളിക്കുമ്പോഴൊക്കെ ഇത് ഞങ്ങൾ ബൈഹാർട്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഞാൻ ജയിച്ചു. അല്ലെങ്കിൽ തോറ്റ് തുന്നം പാടില്ലേ. പിന്നെ അപ്പപ്പ പറയാ മോൻ തമാശക്കാരനാണല്ലോ, എന്താ തമാശ കളിക്കാത്ത? അമ്മ ഞാൻ തമാശക്കാരൻ സർക്കസിലെ ജോക്കറാണോ അമ്മ? എന്താ അമ്മ കൂട്ടുകാരിമാരിനതൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കണത്? മോൻ തമാശക്കാരൻ എന്താ തമാശ കളിക്കാത്ത? അല്ല അമ്മ എന്താ ചങ്ങരട്ട് കൊണ്ട് കുരങ്ങോ? ഞാൻ പണ്ട് കാലത്ത് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ബുധനാഴ്ച ദിവസം ചന്ത ദിവസം ഒരു കുരങ്ങനെയും കൊണ്ടുവന്നിട്ട് ചാട് കുരങ്ങ, ചാട് രാമ, ഓട് രാമ എന്ന് പറയില്ലേ? അതുപോലെ പറയാണ്. എന്താ മോൻ തമാശ കളിക്കാത്ത? ഒരു വീട്ടിൽ പോയത് ഞാൻ തമാശ കളിക്കണോ? എൻ്റെ ഭഗവാനെ, ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മേനെ പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാരി. അല്ല അമ്മ ഇതൊക്കെ എന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ട് കൊണ്ടുപോയതായിരുന്നു, മകൻ വരും അവന് ശരിക്കൊന്ന് പറഞ്ഞിട്ട് വിടണമെന്ന്. ഇല്ല അല്ലേ? ഇനി അവര് എന്റെ അരട്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് തന്നെ ഇനി എന്നെ കൊണ്ടുപോകണത്? ഇനി ഒന്നും പറയണ്ട, അവരൊക്കെ ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. മെസ്സേജ് കിട്ടാ പറയും അവര്, വിളിച്ചു പറയൂല. അവനെ കൊണ്ട് ഇങ്ങോട്ട് വായ ഞാൻ ശരിയാക്കി തരാ പറയൂലേ. എന്നിട്ട് അവർക്ക് ഒരു മോളുണ്ട് പറഞ്ഞു, അവരെവിടെയാണ്? അവിടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ബോംബെയിൽ വേണമെങ്കിൽ പോവാം, ജർമ്മനിയൊന്നും പോകാൻ പറ്റില്ല. അല്ല പറ്റില്ല, ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞതാ. നമുക്ക് ബൈക്ക് ഓടിച്ചിട്ട് ബോംബെക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ട്രെയിൻ കയറി പോവാം. ബൈക്കോ കാറോ ഓടിച്ചിട്ട് നമുക്ക് ബോംബെ വരെ പോകാൻ പറ്റും, ജർമ്മനിക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഞാൻ പോകണില്ല. അപ്പൊ ഇതാണ് മുളകിട്ട കൈപ്പക്കി, കൈപ്പക്കും പാവയ്ക്കൊക്കെ ഒന്നല്ലേ. ഇത് എനിക്കിഷ്ടമാണ്, നിങ്ങൾക്കും ചിലപ്പോൾ ഇഷ്ടാവും. ഇത് ഞാൻ ഇവന്റെ സംസാരത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നില്ല, അതിന് ഒന്നും കൂടി പറഞ്ഞുതരാം. പാവയ്ക്ക നന്നായി കഴുകി കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചു. അങ്ങനെ നന്നായി കഴുകി എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു, ആവശ്യത്തിനുള്ള എണ്ണ. കടുകിട്ടു, പിന്നെ ചെറിയ ഉള്ളി ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, കുറേ തോനെയൊന്നും വേണ്ട, കുറച്ച് മതി. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. അതിന് ശേഷം കൈപ്പക്കി, പാവയ്ക്ക ഇട്ടു. കരണ്ട് വന്നല്ലേ പാവയ്ക്ക ഇട്ടു. ആരോടാ പറയണം? അവിടെ ആരുമില്ലല്ലോ, ഇപ്പുറത്ത് നോക്കൂ. പാവയ്ക്ക ഇട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത്, ഇങ്ങനെ ഇളക്കി ഇതേപോലെ ഇളക്കണം നിങ്ങള്. എന്നിട്ട് പിന്നെ തക്കാളി ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം ഇളക്കി അടച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു, ആവശ്യത്തിനുള്ള പുളിക്കുള്ള വെള്ളം. അത് അവനവൻ്റെ ആവശ്യം പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് ശർക്കര, അത് ഒരുപാട് മധുരമല്ല, മധുരമൊന്നും ഉണ്ടാവില്ല, ഈ പുളി എരിവൊക്കെ ക്രമീകരിക്കാൻ മാത്രമുള്ള ഒരു ശർക്കര, ഒരു ചെറിയ കഷ്ണം പൊടിച്ചിട്ട് അതിട്ടു. എന്നിട്ട് പിന്നെ അതിട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തു, കുറച്ച് കറിവേപ്പില ഇട്ടു. ഇത്രയേ ഉള്ളൂ. ഇത് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇപ്പം കഴിക്കാനല്ല,
ഒരു 2 മണിക്കൂറൊക്കെ അങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ പിറ്റേ ദിവസം കഴിക്കണം. ഈ മീൻ കറിയൊക്കെ കഴിക്കുമ്പോൾ തന്നെ നാളികേരക്കൊത്ത് ഇട്ടു കേട്ടോ, അത് ഞാൻ മറന്നു പറയാം. ആദ്യം നാളികേരക്കൊത്തട്ടത് ഇട്ടിട്ട് നാളികേരക്കൊത്ത്. അപ്പോൾ നാളികേരക്കൊത്തും ഇതിൻ്റെ ഇടയിൽ ഓരോന്നും ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് അത് ഇഷ്ടു. അപ്പോൾ ഇതാണ് പാവയ്ക്ക മുളകിട്ടത് കണ്ടോ. ഇന്ന് എൻ്റെ വാചകടി കാരണം കൊണ്ട് പലതും അമ്മ വിട്ടുപോയത് കൊണ്ട് ഒന്നും കൂടി റീക്യാപ്പ് ചെയ്തതാണ് അല്ലേ, ഒന്നും കൂടി പറഞ്ഞു തന്നതാണ്. അല്ലെങ്കിൽ അത് തെറ്റിപ്പോയത് വന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്തത്, അവനെ ചൂരലും കൊണ്ട് അടിക്കൂ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അതുപോലെ തന്നെ ഞങ്ങളുടെ പരാതികൾ നിങ്ങളൊന്ന് പരിഗണിക്കണം. ഈ പാവപ്പെട്ട അച്ഛനും ഈ പാവത്തിൽ പാവമായ അതീവ പാവമായ ഈ മകനെ പരിഗണിക്കണം. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഏറ്റെടുത്തിട്ട് ഈ അമ്മേനെ ഒന്ന് പൊങ്കാലിടണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടി. ഞാൻ പറഞ്ഞു അപ്പൊ മഹാത്മാഗാന്ധിയുടെ ഭാര്യയുടെ പേര് കസ്തൂരിബായി മാക്കഞ്ചി കപ്പാടിയ. ആ അത് അവിടേക്ക് പോകണം, ഗുജറാത്തിൽ കേൾക്കണങ്ങേ. അവിടെ അല്ലേ കല്യാണം കഴിച്ചത്. അത്ര പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ. അയ്യോ, അവർക്കത് എന്തെങ്കിലും പേരായിട്ട് തോന്നിയോ അതോ ചീത്തയായിട്ട് തോന്നിയാണോ? ഞങ്ങളവിടെ തമാശ അടിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ലേ അവര് വീണ്ടും ഈ മകനെയും കൂട്ടിട്ട് വന്നാൽ മതി, ചേട്ടനെ കൂട്ടിട്ട് വരണ്ട, മകനെ എന്നെ കൂട്ടിട്ട് വന്നാൽ മതി പറഞ്ഞു. പകരം വീട്ടാനാണോ ഇഷ്ടം? അല്ല, അടുത്ത പ്രാവശ്യം മകനെ കൂട്ടിട്ട് വരുമെന്ന് പറഞ്ഞു. അല്ല, എന്നെ ഇഷ്ടമായത് കൊണ്ടാണല്ലോ ഒരുപാട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ മകനെ കൂട്ടിട്ട് വരാൻ മറക്കരുതെന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞില്ല, അത് ഞാൻ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ചേർത്തതാണ്. അപ്പൊ അത് പോട്ടെ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോഴും മകനെ കൂട്ടണമെന്ന് പറഞ്ഞോ? അപ്പൊ ഇഷ്ടമായത് കൊണ്ടാണല്ലോ പറഞ്ഞത്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത്തിരി കുസൃതിയും ഇത്തിരി പുന്നാരമ്മയും ഇത്തിരി തമാശയൊന്നും പറയേണ്ടത്. പിന്നെ എവിടെ പോയിട്ട് എന്താണ് കാര്യം? നമ്മൾ പോണ സ്ഥലം നമ്മുടെ സ്ഥലമായി മാറണമെങ്കിൽ അവർക്കൊരു സന്തോഷിക്കേണ്ട, നമുക്കൊരു സന്തോഷിക്കേണ്ട. അങ്ങോട്ട് ഇങ്ങോട്ട് ചെറിയ കുശുമ്പും അത് ഇതൊക്കെ പറഞ്ഞ് സന്തോഷം കൊണ്ട് പറയണ കുശുമ്പുകളില്ലേ, സന്തോഷം കൊണ്ട് പറയണ ഒരു മൊത്തത്തിലൊരു സന്തോഷമായി മാറിയില്ലേ. എല്ലാവരും ചിരിച്ച് വയറ് കപ്പിയില്ലേ അവിടെയുള്ളവർ. ഇതിനെക്കാട്ടും തമാശയൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഴയ കഥകളൊക്കെ അവരോട് ഓരോന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം നിറഞ്ഞ. അവസാനം ഞാൻ ചോദിച്ചു നിങ്ങൾ ഉദ്ദേശിച്ച തമാശക്കാരനെ ഇപ്പം കിട്ടിയോ എന്ന്. അപ്പോൾ അവർ കിട്ടിയോ പറഞ്ഞില്ലേ. അതുകൊണ്ടല്ലേ അടുത്ത പ്രാവശ്യം വരാൻ പറഞ്ഞ്. എനിക്ക് വയസ്സിന് മൂത്ത ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ ചെറിയ കുട്ടികളെ നമ്മളൊന്ന് നുള്ളി നോച്ചിട്ട് കരയിപ്പിച്ചിട്ട് നമ്മൾ സമാധാനപ്പെടുത്തുമോ അതേപോലെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തമാശയോടെ കൂടിയാണ് ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കാൻ പറ്റുക. മനസ്സിലായില്ലേ? സീരിയസ്നെസ് നടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കയ്പൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി അമ്മ വിളിക്കുന്ന ഉറപ്പാണ്. വിളിച്ചോളൂ. ഞാൻ മുരിങ്ങ വെക്കുന്നുണ്ട്. അപ്പൊ ഈ കയ്പക്ക മാത്രം കൂട്ടിയിട്ടൊന്നല്ല കേട്ടോ. കയ്പക്ക എന്തായാലും ഇനി ഞാൻ കുറച്ച് മുരിങ്ങക്കറി വെക്കുന്നുണ്ട്. അതും ഞാൻ അതിന്റെ കൂടെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് എന്തും ഞാൻ വെച്ച് തരും, പേടിക്കണ്ട കേട്ടോ. ഇത് മാത്രം കൂട്ടിയിട്ടൊന്നല്ല തരുള്ളൂ, ഇപ്പം പറയും പോലെ ഒന്നല്ല കേട്ടോ. ആ കാര്യത്തിലൊക്കെ അമ്മ ധാരാളം. അപ്പൊ ബൈ.